ഈ ദേശത്ത് സുവിശേഷം അറിയിക്കുവാൻ തന്നോണം കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കരുണാമനായ ദൈവത്തിന്റെ കർത്താവിന്റെ കരങ്ങൾ ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കാലം പുകഞ്ഞു ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. സുവിശേഷം എന്നാൽ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ് ആ സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, മറ്റൊരുത്തൻ രക്ഷയില്ല. അപ്പോസ്തലർ 4:12 ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാത്ത മറ്റു നാമമില്ലാന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഞങ്ങൾ വിളിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യനെന്ന് ഹല്ലേലൂയ, മനുഷ്യന് ഏറെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന് ഏറെ പ്രതിസന്ധികളുണ്ട്, ഏറെ വിഷമങ്ങളുണ്ട്, ഏറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കോ വിഷമസന്ധികൾക്കോ ഒരു പരിഹാരം കാണാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ട് തന്നെ പറയട്ടെ, ഹല്ലേലൂയ, രക്ഷിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, രക്ഷകനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ യേശു എന്നറിയപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിൽ ഹല്ലേലൂയ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഓർക്കണമേ, ദൈവത്തിലുള്ള വിശ്വാസം നമുക്കറിയാമെന്ന് പള്ളി രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, മാനസികമായിട്ട് പിരിമുറുക്കമുള്ളവരുണ്ട്, കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം നേർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. വാത്സല്യത്തിവാർച്ചയ മക്കളെ, ഹല്ലേലൂയ, മക്കളൊക്കെ നേർവഴിക്ക് പോകാതെ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വിഷമമുണ്ട്, മാതാപിതാക്കൾക്ക് പ്രയാസമുണ്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, മാതാപിതാക്കൾ എത്ര ശ്രമിച്ചിട്ടും ഹല്ലേലൂയ സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അറിയണമേ, നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. കുട്ടികളെ വളർത്തി നമ്മൾ വലുതാക്കുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ഒരുക്കി മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് വാസ്തവം തന്നെയാണ്. മക്കളെ ലാളിച്ചു വളർത്തണം, വാത്സല്യത്തോടെ വളർത്തണം, സ്നേഹിച്ചു വളർത്തണം, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അവര് പ്രായമെടുത്തു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്ക് നേരെയായി ഒഴുക്കിലൂടെ സഞ്ചരിക്കാൻ, മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കാൻ കുട്ടികളെ കൊണ്ടാവാതെ വരുന്നൊരു കാലഘട്ടം നമുക്കറിയാം. ചില മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഇവനെ കൊണ്ട്, ഈ മക്കളെ കൊണ്ട് എനിക്ക് വലിയ ശല്യമായി തീർന്നല്ലോ എന്നൊക്കെ മാതാപിതാക്കൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കൾ വേണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രമാത്രം മക്കൾ വ്യത്യസ്തമായി വേർപെട്ട് വേർവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറെ വേദനിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഓർക്കണമേ, മക്കളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ, മക്കൾ തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അവർ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ഒരുവരുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ ആശ്രയിക്കൂ. നിന്റെ മക്കളെയും ഹല്ലേലൂയ നിന്നെയും നിയന്ത്രിക്കാൻ അവനെ കൊണ്ട് കഴിയ തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റു നാമമില്ലാതെ ഞങ്ങൾ വിളിച്ചു പറയുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലർ 4:12 അങ്ങനെ പറയുന്നു, മറ്റൊരു രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമില്ലാതെ മറ്റു നാമമില്ലാതെ പറയുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. കാലത്തിൽ ഇരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്നാൽ ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കർത്താവ് യേശുവാണ് ആ സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മൾ ആ സുവിശേഷത്തിൽ വിശ്വസിക്കുക. മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയട്ടെ, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന്, ഹല്ലേലൂയ, എങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണമുണ്ട്, മനുഷ്യന്റെ ഇഷ്ടാനുസരണം മാത്രം സഞ്ചരിക്കുന്നു. മനുഷ്യൻ അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയിലും അവന്റെ സാമർഥ്യത്തിലുമെല്ലാം അതാണ് കഴിവെന്ന് ഹല്ലേലൂയ വിളിച്ചു പറയുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ ബുദ്ധി കൊണ്ടാണ് ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് ഓർക്കണമേ, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ കഴിവല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ കഴിവല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. അതാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഓർക്കണമേ, അത് പറയാൻ കാരണമുണ്ട്. ആകാശവും ഭൂമിയും ആഴിയും അവയിലുള്ള സർവ്വം സൃഷ്ടിച്ച ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ
അല്ലിയ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് അല്ലിയ നിയമം അല്ലിയ ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിയമങ്ങൾ പാലിച്ചിരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള നിയമങ്ങൾ, ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന നിയമങ്ങൾ മനുഷ്യൻ പാലിക്കാൻ തന്നെ ചെയ്യണമെന്നാണ്. ഹല്ലേലൂയ. അത് പാലിക്കാതെ വരുമ്പോഴാണ് ദൈവത്തിന്റെ കോപം മനുഷ്യലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ മനുഷ്യൻ പാപിയായി തീരുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ പാപം മനുഷ്യരെല്ലാവരുടെ നീളമുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കാതിരുന്നു ആ കാലഘട്ടം മുന്നോട്ട് ഹല്ലേലൂയ പാപം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ പാപത്തിന്റെ ഫലമായി നമുക്കൊക്കെയും എന്തെല്ലാം വിഷമസന്ധികളാണുള്ളത്. ഒന്ന് ആലോചിച്ചൊരിക്കെ രോഗങ്ങൾ വരുന്നു. ഒരുപക്ഷെ ചികിത്സിച്ചാൽ പോലും ഭേദമാകാത്ത രീതിയിലുള്ള രോഗങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നില്ലേ? നമ്മൾ ചിലപ്പോൾ വീണുപോയി എഴുന്നേക്കാൻ വയ്യാതെ വരുന്നില്ലേ? ഹല്ലേലൂയ. നമുക്കറിയാം ഇത് കട്ടിലേത് രാവിലെ എഴുന്നേറ്റുള്ളവരാരും തന്നെ വളരെ കുറവായിരിക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് വന്നെങ്കിൽ ഭാഗ്യമായി കൂട്ടാം, ദൈവാധീനമായി കണക്കാക്കാം. എന്നാൽ ഇത് എഴുന്നേക്കാൻ കഴിയാൻ വയ്യാത്തവരുണ്ട്. അല്ലെങ്കിൽ കട്ടിലെന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കാൻ കഴിയാൻ വയ്യാത്തവരുണ്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് യേശുവിൽ ആശ്രയിക്കൂ. നീ ഒന്ന് വീണാൽ നിന്നെ കൈക്ക് പിടിച്ചേൽപ്പിക്കും. നീ ഒന്ന് കരഞ്ഞാൽ നിന്നെ കണ്ണുനീര് തുറച്ചേർന്ന ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ മാനവരാശിരക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റു നാമമില്ലാതെ പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, കാലത്ത് ഗതിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഓർക്കണമേ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തായിരിക്കുന്ന സർവ്വമാന പേര് കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.